You guys watching 897. So, hi guys. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ റിയാക്ട് ചെയ്യാൻ പോകുന്നത് ഒരു മലയാളം ത്രില്ലർ ഷോർട്ട് ഫിലിം. കച്ചവടം ചെയ്തില്ല പിന്നെ ഞാൻ കായൽ. ഈ സിനിമേൻ്റെ ഏറ്റവും രസം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കാസ്റ്റിംഗ് ആണ്. ഓഫ് കോഴ്സ് ഇതിൽ കുറേ കിടിലൻ ടീംസ് ഉണ്ട്. ആ ടീംസ് എന്ന് പറഞ്ഞാൽ എനിക്ക് മെയിനായിട്ട് ഒരാൾ ഇഷ്ടപ്പെട്ടു, അത് അമ്പിളിയാണ്. ഇതുമല്ല അമ്പിളി. ഇങ്ങനെയെന്ന് പറഞ്ഞാൽ ഭയങ്കര സീനായിട്ട് ഒരാളടുത്ത് എന്തെങ്കിലും അല്ല സംസാരിക്കുമ്പോൾ പുതിയതായിട്ട് വന്നതാണ്. ആരെങ്കിലും എന്തെങ്കിലും വന്നാൽ പെട്ടെന്നൊരു വരവ് വന്നാൽ ഇവളൊരു പേടിക്കലുണ്ടല്ല. അയ്യോ അയ്യോ ഞാൻ പേടിച്ചു. ആ സൗണ്ടിൽ ഞാൻ പേടിച്ചു. പിന്നെ ഇവളെ സൗണ്ടാണ് മെയിൻ. അത് പോരായിട്ട് ഇവളാരോ കൈ കയറി പിടിച്ച് അതിന് ഇവള് കരയുന്നുണ്ട്. ചേട്ടാ, ആ കല്ലൂസൻ എന്നെ പാലത്ത് വെച്ച് കൈക്ക് പിടിച്ച് ശല്യപ്പെടുത്തി. കരഞ്ഞതാ? അവള് കരഞ്ഞതാ? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ലേ അവള് കരഞ്ഞതാ? ഇങ്ങനെ കുറേ ഫീൽ അടിച്ചിട്ട് കുറേ സീനുകളുണ്ട്. ഓഫ് കോഴ്സ് ഭയങ്കര അടിപൊളി സീനുകളുണ്ട്. പിന്നെ റൊമാൻസ് അവളത് പറയണ്ടല്ലോ. ഇങ്ങനെ കുറേ ഫീൽസ് ഉള്ള ഒരാളാണ് അമ്പിളി. നമ്മൾ അമ്പിളിക്ക് ഒരമ്മ ഉണ്ട്. ഈ അമ്മയാണ് ഭയങ്കര അടിപൊളി. ഞാൻ പറഞ്ഞ ശ്രദ്ധിക്കുന്നില്ലേ നീ? ഏതാ ചേർച്ച? ഞാൻ പറഞ്ഞ ശ്രദ്ധിക്കുന്നില്ലേ നീ? ഓഫ്, ഏതാ ചേർച്ച? ഡയലോഗ് അവിടെ. ഞാൻ പറഞ്ഞ വെറുതെ ആയല്ലേ? പൊളി. ഇതാരാ പടക്കുന്ന മീനോ? ഇതെന്റെ മകളാ. പൊളി. ഇവളെന്റെ കൂടെ മീൻ കച്ചവടത്തിന് വരുവാടാ. എൻ്റെ കൂടെ വന്നാൽ മീൻ വിൽക്കുന്നതൊക്കെ പഠിപ്പിച്ചു തരാം. പൊളി. നിന്റെ കൂടെ മീൻ കച്ചവടത്തിന് വിട്ടാ മീൻ പടയ്ക്കണ പോലെ ചാവും. പൊളി. എന്നാ ശരിയടാ, ഞാൻ ചന്തയിലോട്ട് പോവാ. എന്താല്ലേ ഇതിൽ നടൻ അങ്ങേരെ അതിലും വലിയ സീനാ. ഇങ്ങനെ നടൻ്റെ ഇൻട്രോ എന്ന് പറഞ്ഞാൽ രോമം എണീറ്റ് നിൽക്കും. ചേട്ടാ, ഏതാ ത്രില്ലർ മൂവി അല്ലേ? ഓഫ് കോഴ്സ് നടനുണ്ടെങ്കിൽ അവിടെ ഒരു കിടിലൻ വില്ലൻ ഉണ്ടാവും. നീ എന്തിനാടി പേടിക്കുന്നത്? അവളെന്നെ നമ്മളെ കണ്ട് പേടിക്കുന്നു. എനിക്കറിയത്തില്ല. എടാ നീ വില്ലണ്ടാ? വില്ലൻ. അവളെന്നെ നമ്മളെ കണ്ട് പേടിക്കുന്നു. എടാ വില്ലനെ കണ്ട പേടിക്കും, പിള്ളേരൊക്കെ പേടിച്ച് വിറയ്ക്കും. നീ വില്ലണ്ടാ? ഇത് വില്ലനാടാ. ഒരു ബന്ധമില്ലാതെ ഒരാൾ ചാവുന്നുണ്ട്. അതായത് അത്രയും അവിടെ ഒന്നും കാണാത്ത ഒരാൾ പെട്ടെന്ന് വന്ന് നീ ഇതാക്കണ്ട മറ്റേതാക്കണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങേരും ചാവും. എടാ അങ്ങനെയൊന്നും ഒരാളെ കൊല്ലല്ലേ. കച്ചവടം ചെയ്തില്ല പിന്നെ ഞാൻ സങ്കടമാണോ? പറ്റുന്നില്ല. പിന്നെ ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് എടാ ഭയങ്കര മാസടാ, ഭയങ്കര മാസ്. വില്ലനാണോ? അല്ല, ആ സിനിമയിലെ മെയിൻ നടനാണ്. അല്ല, അവിടെ ഞാൻ ആകെ ഒറ്റ സീനിലെങ്ങാണ്ട് കണ്ടിട്ടുള്ളൂ. പക്ഷേ ലൈക്കായിപ്പോയി കളിയാ, ലൈക്കായിപ്പോയി. ആ ലാസ്റ്റ് സീനിൽ ഇങ്ങനെ കിടന്ന് കൊല്ലാൻ നോക്കുക, തോർത്ത കെട്ടിപ്പിടിച്ച് പിഴിഞ്ഞ് കൊല്ലാൻ നോക്കുന്ന ആ സീനിൽ എച്ചാതി മാസമായിട്ടാണ് നിൽക്കുന്നത്.
അതെന്തോ ആളെ കൊല്ല. ഇതിൽ ഡയലോഗ് എന്ന് പറയണത് ഒരു സീന് കഴിഞ്ഞാൽ പിന്നെ കുറേ കിളികളെ ചെള. പിന്നെ കുറേ മ്യൂസിക്കും. ഇത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞിട്ടാണ് ഒരു ഡയലോഗ് വരിക. എത്ര അലക്കിയാലും വെളുക്കത്തില്ല. ഭയങ്കരമായിട്ട് വെയിറ്റ് ചെയ്യണോടാ. കിഡിലൻ ഒരു വില്ലൻ സീൻ ഉണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റുമുട്ടുന്ന നടനും വില്ലനും. ഈവൻ ആ സീനിൽ പോലും എന്തെങ്കിലും ഒന്ന് മിണ്ടടാ, അടുത്തുള്ള എന്തെങ്കിലും മിണ്ടടാ. ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ സ്റ്റോറിയിലേക്ക് വരികയാണെങ്കിൽ സ്റ്റോറി എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. ഒരാളിങ്ങനെ വഞ്ചി തുഴയുന്നു, പിന്നെയും ആളിങ്ങനെ തോണി തുഴയുന്നു, തോണി തുഴയുന്നു, തോണി തുഴയുന്നു. സ്റ്റോറി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഐ ലൈക്ക് ഇറ്റ് മാൻ. തോണി തുഴയുന്നു.